+1 Commerce family. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മുടെ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ MCQs ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ഏകദേശം 10 മാർക്സിനുള്ള MCQ നമ്മളെടുത്ത് ചോദിക്കും. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടന്റും ആണ്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ആ ചാപ്റ്ററിലെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളും. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ദാദാഭായ് നവറോജി, സർദാർ പട്ടേൽ, വില്യം ഡിഗ്ബായ്, ഫിൻലെ ഷിറാസ്, VKRV റാവോ, RC ദേശായി. നമുക്കറിയാം ആരാണ്? സർദാർ പട്ടേൽ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ എന്താണ്? അതേഴ്സ് എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം NI എന്നിടാം കേട്ടോ. ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം PCI എന്നിടാം. ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടി മക്കളെ. യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് under British colonial rule was dash. Option A, large export surplus. B, large export deficit. Large export of capital goods. Large import of raw materials. നമുക്കറിയാം ഏതാണ് ആൻസർ? ലാർജ് എക്സ്പോർട്ട് ഓഫ് സർപ്ലസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് സർപ്ലസ്, ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രോഫിറ്റ് ഒക്കെ ആരാ എടുത്തുകൊണ്ട് വന്നത്? ബ്രിട്ടീഷുകാർ. അവരുടെ രാജ്യത്ത് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ എക്സ്പെൻസ് നികത്താനാണ് നമ്മുടെ ഈ ലാഭം അവർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ. ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ? 1921 മുൻപ്, ആ ഒരു കാലഘട്ടത്തിന് മുൻപ് ഇന്ത്യ ഏത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പീരീഡിലാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേജ് ആണോ, സെക്കൻഡ് സ്റ്റേജ് ആണോ, തേർഡ് സ്റ്റേജ് ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ഏതാണ്? ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ഇന്ത്യ ഉണ്ടായിരുന്നത് അല്ലെ. ബർത്ത് റേറ്റും കൂടുതലായിരുന്നു, ഡെത്ത് റേറ്റും കൂടുതലായിരുന്നു. യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതേ പിടിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. ക്യാപിറ്റലിസ്റ്റ് ആണോ, സോഷ്യലിസ്റ്റ് ആണോ, മിക്സഡ് ഇക്കോണമി ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ഏതാണ്? മിക്സഡ് ഇക്കോണമിയാണ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അല്ലെ. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഗുഡ് ആസ്പെക്ട്സ് കോർത്തിനൊക്കെയാണ് നമ്മൾ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണോ, ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണോ, മിൽക്ക് പ്രൊഡക്ഷൻ ആണോ, അതോ ഓൾ ഓഫ് ദി എബോ ആണോ? ഏതാണ് മക്കളെ? നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ഉള്ളത് അല്ലെ. നമ്മൾ എന്താണ് വീറ്റിലും അതേപോലെ എന്താ റൈസിലും ആദ്യം നമ്മൾ എന്താ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് നമ്മൾ കൊണ്ടുവന്നു. ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ നമുക്ക് ഒരുപാട് ഈൽഡ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസിൽ ഇൻക്രീസ് ഉണ്ടായി. അതാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നോക്കിയേ. വിച്ച് വൺ ഈസ് എ ഫീച്ചർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്? ഇതിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഫീച്ചർ ഏതെന്നാണ് ചോദ്യം. ലേബർ ഇന്റൻസീവ് ആണോ, ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണോ, അതോ ഹ്യൂജ് മെഷീനറി ആണോ? സ്മോൾ സ്കെയിൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ്? ലേബർ ഇന്റൻസീവ് ആണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആവോ, മെഷീനറീസ് നമ്മളോട് യൂസ് ചെയ്യോ? ഇല്ല. വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? കൂടുതലും വർക്കേഴ്സിനെ ആയിരിക്കും നമ്മളവിടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഇക്വിറ്റി കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന മെത്തേഡ് ഏതാണെന്ന് ചോദ്യം. നോക്കിയേ. അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ആണോ, സെൽഫ് റിലയൻസ് ആണോ, ലാൻഡ് റീഫോംസ് ആണോ, അതോ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്? നമുക്കറിയാം ലാൻഡ് റിഫോംസ് ആണ് കൊണ്ടുവന്നത്. 2 തരത്തിലുള്ള ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. ലാൻഡ് ടില്ലേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഉള്ളത്? ലാൻഡ് സീലിംഗും ഉണ്ട് അല്ലെ. യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. ഇതിൽ ഏതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്നാണ് ചോദ്യം. ഇൻക്രീസ് ഇൻ ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണോ, ഫിക്സിംഗ് ഓഫ് കോട്ടാസ് ആണോ, എൻലാർജ് ഡൊമസ്റ്റിക് പ്രൊട്ടക്ഷൻ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഏതാണ് മക്കളെ? ഓൾ ഓഫ് ദീസ് വരും അല്ലെ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയിൽ എന്താ? ഇതെല്ലാം ഉൾപ്പെടും. കാരണം എന്താണ്? നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതല്ല ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? നമ്മുടെ ഇമ്പോർട്ടഡ് ഗുഡ്സിൽ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഇമ്പോർട്ടഡ് ഗുഡ്സ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ അത് മേടിക്കത്തില്ല. ഫിക്സിംഗ് ഓഫ് കോട്ടേഴ്സ്, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൽ നമ്മൾ എന്താ വെക്കുന്നത്? ഇത്ര അളവിലെ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൊന്നും വെക്കുകയാണ്. അതേപോലെ എന്താ? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുക. യെസ്. എൻലാർജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. നമുക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിന്റെ ഭാഗമാണ്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിക്കോളൂ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. 8 മാർക്സിന്റെ എസ്സേ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സക്സസർ ഓഫ് GATT നമ്മുടെ യെസ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഇതിന്റെ സക്സസർ ആരെന്നാണ് ചോദ്യം. WTO ആണോ, നബാർഡ് ആണോ, IBRD ആണോ, അതോ RBI ആണോ? നമുക്കറിയാം ആരാണ്? WTO ആണ് നമ്മുടെ GATTന്റെ സക്സസർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം. ഔട്ട് സോഴ്സിംഗ് ആണോ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഡീവാലുവേഷൻ ഓഫ് കറൻസീസ് ആണോ, റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ? നമുക്കറിയാം ഏതാണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ പ്രൈവറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്.
ഓക്കെ യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻഡയറക്ട് ടാക്സ്? ഇതിൽ ഇൻഡയറക്ട് ടാക്സ് ഏതെന്നാണ് ചോദ്യം. ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മളൊരു പെർസെൻറ്റേജ് ഗവൺമെന്റിന് കൊടുക്കുന്നു. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സിലും സർവീസസിലും ഒക്കെ നമ്മൾ വെക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. നോക്കിയേ, ഇൻകം ടാക്സ് ആണോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണോ, അതോ കോർപ്പറേഷൻ ടാക്സ് ആണോ, പ്രോപ്പർട്ടി ടാക്സ് ആണോ? നമുക്കറിയാം ഏതാണ്, GST അല്ലെങ്കിൽ എന്താ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഒരു ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് ഡാഷ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ഏതാണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. യെസ്. ആൻഡ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ഈസ് പോവർട്ടി ചാപ്റ്റർ. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇസ് റിലേറ്റഡ് ടു ഡാഷ്. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്നാണ്, എന്താണ്, ദാദാഭായ് നവറോജി ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. നമ്മൾ എന്താ പഠിച്ചത്, ഡാഡി ജയിലിലാണെന്നുള്ള ഇത് പഠിച്ചാൽ മതി അല്ലേ, ആ ഒരു കോഡ്, ഡാഡി ജയിലിലാണ്. ഓക്കെ. ആൻഡ് അടുത്ത് നോക്കിയേ, ഹൂ യൂസ്ഡ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ടു ഡിസ്കസ് പോവർട്ടി ലൈൻ ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? VK റാവോ, ജവഹർലാൽ നെഹ്റു, ദാദാഭായ് നവറോജി, RC ദേശായി. ഡാഡി ജയിലിലാണ് അല്ലേ, അപ്പോൾ ആരാണ്, ദാദാഭായ് നവറോജി. യെസ്, സിമ്പിൾ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദാദാഭായ് നവറോജി വാസ് associated with dash എന്നാണ് ചോദ്യം. ഓക്കെ യെസ്. ഓക്കെ, ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് എന്നാണ് ചോദ്യം. സെൻ ഇൻഡെക്സ്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, കോയേർഡ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. എന്താണ്, നമുക്കറിയാം ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അല്ലേ. നമ്മുടെ ഡാഡി എവിടെയാണ് മക്കളെ, ഡാഡി ജയിലിലാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഓഫ് the government of Kerala is dash. Literacy mission, കുടുംബശ്രീ മിഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമുക്കറിയാം ആരാണ്, കുടുംബശ്രീ മിഷൻ ആണ് നമ്മുടെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. യെസ്, അതിലെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? NCERT, SCERT, AICT, ICMR. നമുക്കറിയാം ഏതാണ് ആൻസർ, ICMR ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ഏതാണ്, ICMR ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ആൻഡ് അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഗിവൺ ഫാക്ടേഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഇതിൽ ഏതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് ചോദ്യം. മെഷീനറി ആണോ, എക്യുപ്മെന്റ് ആണോ, ട്രെയിൻ ലേബേഴ്സ് ആണോ, അതോ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണോ? നമുക്കറിയാം ഏതാണ്, ട്രെയിൻ ലേബേഴ്സ് ആണ് ഇതിൽ ഹ്യൂമൻ ക്യാപിറ്റൽ. ബാക്കിയെല്ലാം എന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ ആണ് അല്ലേ. നമുക്ക് തൊടുകയും കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. യെസ്. ആൻഡ് അടുത്ത എന്താണെന്ന് നോക്കി, വിച്ച് among the following facilitates the institution that comes under the ഹെൽത്ത് സെക്ടർ? AICT ആണോ, UGC ആണോ, ICMR ആണോ, അത് NCERT ആണോ? നമുക്കറിയാം ICMR ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയും. ICMR ആണ് ഇതിൽ ഓഡ് വൺ ഔട്ട്, ബാക്കിയെല്ലാം എന്താണ്, അതേഴ്സ് ആർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ യെസ്. ആൻഡ് അടുത്ത ചാപ്റ്റർ നമ്മുടെ 6th ചാപ്റ്റർ ആണ്, ഏതാണ്, റൂറൽ ഡെവലപ്മെന്റ് അല്ലെ. റൂറൽ ഡെവലപ്മെന്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, നബാർഡ് വാസ് സെറ്റപ്പ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദ്യം. 1980 ആണോ, 1982 ആണോ, 1992 ആണോ, 1990 ആണോ? യെസ്, നമുക്കറിയാം 1982 നമ്മുടെ നബാർഡ് സെറ്റപ്പ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഫിഷ് പ്രൊഡക്ഷൻ ആണോ, മിൽക്ക് പ്രൊഡക്ഷൻ ആണോ, ഫ്രൂട്ട്സ് പ്രൊഡക്ഷൻ ആണോ, ഫ്ലവർ പ്രൊഡക്ഷൻ ആണോ? യെസ്, അതും എന്താണ് ആൻസർ, നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങാണ്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. കേൾക്കുമ്പോൾ വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പിടിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്, നമ്മുടെ രാജ്യത്ത് എന്താണ്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, GDP നല്ല ഗ്രോത്ത് ഉണ്ട്, പക്ഷെ എന്താണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര കുറവാണെന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അണ്ടർ എംപ്ലോയ്മെന്റ് എന്നാണോ, ജോബ്ലെസ് ഗ്രോത്ത് എന്നാണോ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണോ, അതോ നൺ ഓഫ് ദീസ് എന്നാണ്? നമുക്കറിയാം എന്താണ്, ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, WPR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കും. WPRന്റെ ഇക്വേഷൻ എന്നതാണ് ചോദ്യം. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണോ, പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100 ആണോ, അതോ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100 ആണോ, അതോ നൺ ഓഫ് ദീസ് ആണ്? നമുക്കറിയാം ഏതാണ്, ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഏതെന്നാണ് ചോദ്യം. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണോ, ഡിസ്ഗൈസ്ഡ് ആണോ, സ്ട്രക്ചറൽ ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? ഡിസ്ഗൈസ്ഡ് ആണ്. നമുക്കറിയാം അല്ലേ, ചിലപ്പോൾ 2 പേരെ മതിയായിരിക്കും ആ കൃഷിഭൂമിയിൽ ജോലി ചെയ്യാം, പക്ഷെ എന്താണ്, അവിടെ 5 പേരുണ്ടായിരിക്കും, അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് കൂടുതൽ എവിടെ കാണാൻ സാധിക്കുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചറിലാണ്, അഗ്രികൾച്ചർ സെക്ടറിലാണ് നമുക്കിത് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്, എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. വാട്ട് ഈസ് എൻവയൺമെന്റ്? എന്താണ് മക്കളെ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. എൻവയൺമെന്റ് ഈസ് എ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് എന്ന് എഴുതാം അല്ലെ, പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ്. പിന്നെന്താണ്, ഇറ്റ് ഈസ് എ ടോട്ടാലിറ്റി ഓഫ്
ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് എന്ന് എഴുതാം അല്ലേ, ഓൾ റിസോഴ്സസ്, ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്. പിന്നെന്താ നമുക്ക് എഴുതാൻ പറ്റുക, ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലേ, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, എൻവയോൺമെന്റ് ഇസ് എ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ് എന്ന് എഴുതി വെക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും കൂടി എഴുതി വെച്ചാൽ സെറ്റ്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റൻ ആണ് എന്ത്, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാവുന്ന 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള 2 എഴുതി വെക്കാം. എന്തൊക്കെയാണ്, ഡീഫോറസ്റ്റേഷൻ എഴുതാൻ പറ്റത്തില്ലേ, യെസ് ഡീഫോറസ്റ്റേഷൻ എഴുതാം. പിന്നെന്താ എഴുതാൻ പറ്റുക, ഓവർ ഗ്രേസിങ് എഴുതാൻ പറ്റില്ലേ, യെസ് ഓവർ ഗ്രേസിങ് എഴുതാം. യെസ്, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്, വൈൽഡ് ഫയറും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് യെസ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ സ്ട്രാറ്റജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ ഏതെന്നാണ് ചോദ്യം, വിൻഡ് എനർജി, സോളാർ എനർജി, ഗോബർ ഗ്യാസ്, ഓൾ ഓഫ് ദി എബോ. ഇതിലെല്ലാം കറക്റ്റ് അല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വിൻഡ് എനർജി സസ്റ്റൈനബിൾ ആണ്, സോളാർ അത് തന്നെ, ഗോബർ ഗ്യാസ് അത് തന്നെ. അപ്പോൾ എന്താണ്, ഓൾ ഓഫ് ദി എബോ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ, കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, cultivation of land collectively by people in China is known as dash. 5-year plan, commune system, green revolution, എന്താണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ഏതാണ് ആൻസർ, കമ്മ്യൂൺ സിസ്റ്റം ആണ് അല്ലേ. എന്താണ്, ഇപ്പോൾ ഇത്രയും ഏക്കർ ഭൂമി കൊടുത്തേക്കോ, ഇതിലെന്താണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൃഷി ചെയ്യുന്നു, ഇതിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, കമ്മ്യൂൺ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ദി ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. നമുക്കറിയാം ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എവിടെയാണ് കൂടുതൽ, പാകിസ്ഥാനിലാണുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കമ്മ്യൂൺ സിസ്റ്റം ഈസ് എ ഫീച്ചർ ഓഫ് ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലേ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഓൾ ഓഫ് ദി എബോ. ചൈനയുടെ ഒരു ഫീച്ചർ ആണെന്ന് പറയുന്നത് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയ MCQs എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമ്മുടെ വിഷ്ണു സാർ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.